ദിവസത്തിന്റെ ഏറെ പങ്കും നമ്മൾ എവിടെയാണ് ചെലവഴിക്കുന്നത്? വീടിന് പുറത്ത്, ജോലി സ്ഥലത്ത്. കമ്പ്യൂട്ടറുകൾക്കും ഫയലുകൾക്കും ഇടയിലെ ആ ഇടം നമ്മുടെ ജീവിതത്തിലെ സുപ്രധാന മറ്റൊരിടം കൂടിയായി മാറുകയാണ്. പ്രൊഫഷണൽ ബന്ധങ്ങൾക്കപ്പുറം ഹൃദയബന്ധങ്ങൾ പൂവിടുന്ന ഇടം. പണ്ട് കാലത്ത് ഒരുപക്ഷെ അത് അടക്കം പറഞ്ഞിരുന്ന ഒരു ഗോസിപ്പ് മാത്രമായിരുന്നെങ്കിൽ ഇന്ന് കാര്യങ്ങൾ മാറി. ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒരു പുതിയ പഠന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഓഫീസുകളിലെ പ്രണയബന്ധങ്ങളിൽ ലോകത്ത് ഇന്ത്യ 2ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. മെക്സിക്കോ മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഓഫീസുകൾ പ്രണയബന്ധത്തിന്റെ കൂടാരങ്ങളായി മാറുന്നത്? ആഷ്ലി മാഡ്സൺ യുഗവുമായി ചേർന്ന് നടത്തിയ അന്താരാഷ്ട്ര സർവേയുടെ കണ്ടെത്തലുകൾ ശരിക്കും കൗതുകമുള്ളതാണ്. 40% ഇന്ത്യൻ ജീവനക്കാരും തങ്ങൾ സഹപ്രവർത്തകരുമായി ഡേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് വെളിപ്പെടുത്തി. ഇത് US, UK, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലെ കണക്കിനേക്കാൾ വളരെ കൂടുതലാണ്. 43% മാത്രമായി മെക്സിക്കോ 1ാം സ്ഥാനത്ത് തുടരുന്നു. ഈ കണക്കുകൾക്ക് പിന്നിൽ ചില പ്രത്യേക കാരണങ്ങളുണ്ട്. നാം നമ്മുടെ സഹപ്രവർത്തകരുമായി ഒരുപാട് സമയം ഒരുമിച്ച് ചിലവഴിക്കുന്നു. ഒരു ദിവസം 8 മുതൽ 10 മണിക്കൂർ വരെ, ചിലപ്പോൾ അതിൽ കൂടുതലും. ഈ അടുപ്പം വ്യക്തിപരമായ സൗഹൃദങ്ങളിലേക്കും അവിടെ നിന്ന് പ്രണയത്തിലേക്കും വളരാനുള്ള സാധ്യത സ്വാഭാവികമാണ്. ഒരേ പ്രൊജക്റ്റിൽ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന സഹകരണം, പരസ്പര ധാരണ, സമ്മർദ്ദങ്ങൾ പങ്കുവയ്ക്കൽ എന്നിവ ശക്തമായ വൈകാരിക ബന്ധങ്ങൾക്ക് വഴി തുറക്കുന്നു. ഇന്ത്യയിലെ യുവതലമുറ പരമ്പരാഗത ചിന്തകളിൽ നിന്ന് മാറി പ്രണയബന്ധങ്ങളെ കൂടുതൽ തുറന്ന മനസ്സോടെ സ്വീകരിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഇത്തരം പ്രണയബന്ധത്തിലുള്ളവർ കൂടുതൽ സന്തോഷത്തോടെയും ഊർജ്ജസ്വലതയോടെയും ജോലി ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രണയിക്കുന്നവർ തമ്മിലുള്ള ആശയവിനിമയം മെച്ചപ്പെടുന്നത് ടീം വർക്കിന് ഗുണം ചെയ്യും. അതേസമയം ബന്ധം പരസ്യമാകുമ്പോൾ സഹപ്രവർത്തകർക്കിടയിൽ ഗോസിപ്പുകളും ഇഷ്ടക്കാർക്ക് പ്രത്യേക പരിഗണന നൽകുന്നു എന്ന ചിന്തയും ഉണ്ടാക്കാം. ബന്ധം പിരിഞ്ഞാലുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ ജോലിയെ ദോഷകരമായി ബാധിക്കും. കൂടാതെ മേലുദ്യോഗസ്ഥരുമായുള്ള ബന്ധമാണെങ്കിൽ അത് പ്രൊമോഷൻ പോലുള്ള കാര്യങ്ങൾക്കാണെന്ന വാർത്തകളും പരന്നേക്കാം. പുരുഷന്മാരാണ് ഇത്തരം ബന്ധങ്ങളിൽ കൂടുതൽ റിസ്ക് എടുക്കാൻ തയ്യാറുള്ളതെന്നും എന്നാൽ സ്ത്രീകൾ കരിയറിനെ ബാധിക്കുമോ എന്ന ആശങ്കയാൽ കൂടുതൽ ജാഗ്രത പാലിക്കുന്നുണ്ടെന്നും പഠനം പറയുന്നുണ്ട്. പ്രണയം എവിടെയും സംഭവിക്കാം, എന്നാൽ തൊഴിലിടം ഒരു പ്രൊഫഷണൽ സ്പേസ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ പ്രണയം ഉണ്ടെങ്കിൽ പോലും ഒരു അതിർവരമ്പ് പാലിക്കുന്നത് കരിയറിനും വ്യക്തിബന്ധങ്ങൾക്കും നല്ലതാണ്. ഈ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്ത് ഒരു ലവ് കോൺട്രാക്ട് സ്ഥാപനത്തിൽ അവതരിപ്പിക്കണമെന്ന് ചില വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. ബന്ധം ഇരുവർക്കും സമ്മതമാണെന്ന് രേഖപ്പെടുത്തുന്ന ഒരു കരാറാണത്. എന്നാൽ പ്രണയം ഒരു നിയമത്തിന്റെ ചട്ടക്കൂടിൽ ഒതുങ്ങുമോ എന്നതാണ് മറ്റൊരു ചോദ്യം. ചുരുക്കത്തിൽ ഇന്ത്യൻ ഓഫീസുകൾ പ്രണയത്തിന് പ്രാധാന്യം നൽകുന്നു. എങ്കിലും പ്രണയിക്കുന്നവർക്ക് അവരുടെ ജോലിയാണ് പ്രധാനം എന്ന തിരിച്ചറിവുണ്ടാവണം. പ്രണയവും ജോലിയും കൂട്ടിക്കുഴയ്ക്കാതെ ശ്രദ്ധിച്ചാൽ ഓഫീസിലെ പ്രണയം ജീവിതത്തിലെ മനോഹരമായ അധ്യായമായി മാറും എന്നതിൽ സംശയമേയില്ല.